ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഈശോ സ്നേഹമുള്ളവരെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം വായിക്കും. 20-ാം അധ്യായത്തിൽ ഈശോയുടെ ഉയർപ്പിനെ കുറിച്ചാണ് യോഹന്നാൻ എഴുതി വയ്ക്കുന്നത്. 7-ാം വാക്യം, അതായത് ഈശോയുടെ മുഖം മറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന തുവാല, ശരീരം മറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സോട് കൂടിയല്ലാതെ മടക്കി വെച്ചിരിക്കുന്നത്, ചുരുട്ടി എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ റോൾഡ്, അതായത് ശരിക്കും ചുരുട്ടി കൃത്യമായിട്ട് മടക്കി വെച്ചിരിക്കുന്നത് കാണപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അറിയുമെന്നറിയില്ല, ഇങ്ങനെ റെഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് യഹൂദരുടെ ടേബിൾ മാനേഴ്സ് അനുസരിച്ച് ഒരു മാസ്റ്റർ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടേബിൾ മാനേഴ്സ് അനുസരിച്ച് ടേബിളിലിരിക്കുന്ന യജമാനൻ ഈ ടവൽ ഉപയോഗിക്കുന്ന ടവൽ ചുരുട്ടി, അതായത് ഇങ്ങനെ മടക്കി ഒരു സൈഡിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആ സെർവൻറ്റ് ഒരിക്കലും ആ പ്ലേറ്റ് എടുത്ത് മാറ്റാൻ പാടില്ല. അതിൻ്റെ അർത്ഥം യജമാനൻ കഴിച്ച് കഴിഞ്ഞിട്ടില്ല, പുള്ളി തിരിച്ചു വരും. എന്നാൽ ഈ ടവൽ വെറുതെ പ്ലെയിൻ ആയിട്ട് നിവർത്തി അവിടെ ഇട്ടിട്ട് പോയേക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പുള്ളി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, എടുത്ത് കൊണ്ടുപോകാം, എടുത്ത് മാറ്റാം. ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അത് ചുരുട്ടി, അതായത് റോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ശരി കൃത്യമായിട്ട് മടക്കി വെച്ചെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു മുഖത്തെ തുവാല എന്ന് വെച്ചാൽ അതിന് അർത്ഥം തന്നെയാണ് കഴിഞ്ഞിട്ടില്ല, അവൻ വീണ്ടും വരും, ഈശോ വീണ്ടും വരും. അപ്പോൾ പുള്ളി വരുമ്പം നമ്മൾ ഈശോയുടെ വലതുവശത്തായിരിക്കും ഇടതുവശത്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. എന്ന് വരുമെന്നോ നമ്മളെന്നും മരിക്കുമെന്നോ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്ത പ്രോസസ്സ് ഉണ്ടല്ലോ, കണ്ണ് ശുദ്ധീകരിക്കുന്നു, ചെവി ശുദ്ധീകരിക്കുന്നു, മൂക്ക്, എൻ്റെ അധരം, എൻ്റെ ശരീരം, ഈ പ്രോസസ്സ് നമ്മൾ തുടരുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധമായിരിക്കും. അവൻ തിരിച്ചു വരുമ്പം വലതുവശത്ത് നിൽക്കാൻ നമുക്ക് പറ്റും. ഒരിക്കൽ കൂടി ഉയർത്തി തന്നെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. അപ്പം അങ്ങനെ വലതുവശം നിൽക്കണം, അവൻ വരും. ഗോഡ് ബ്ലെസ്.